ഇന്ന് ലോക വൃദ്ധ ദിനം. ആരെ സംരക്ഷിക്കും എന്നുള്ള ഉറപ്പില്ലാതെ, യാതൊരു ഉറപ്പുമില്ലാതെയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് വേണ്ടി ജീവിക്കരുത്, നമ്മളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ കൂടെ ഉള്ള കുട്ടികൾ നമ്മളെ സംരക്ഷിക്കുകയുള്ളൂ. നമ്മളെ എത്രത്തോളം കരുതലോടെ വളർത്തി ഈ സാഹചര്യത്തിലെത്തിച്ച, അല്ലെങ്കിൽ ഈ രീതിയിൽ ആക്കി തീർത്ത മാതാപിതാക്കളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അവരെ നമ്മൾ എത്ര സമയം ചെലവഴിച്ചാണെങ്കിലും അവർക്ക് വേണ്ടി ഒരു കരുതൽ ഉണ്ടാകണം. അങ്ങനെ ഈ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി ഓട്ടത്തിലാണ്, തത്രപ്പാടിലാണ്. പക്ഷേ കുറേ കഴിയുമ്പോൾ നമ്മളുടെ ഈ നില മാറും. അപ്പോൾ നമ്മളുടെ കുട്ടികൾ താങ്ങായി വേണമെങ്കിൽ നമ്മളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇന്ന് ലോകത്ത് എവിടെ നോക്കിയാലും വൃദ്ധസദനങ്ങൾ കാണാവുന്നതാണ്. വൃദ്ധസദനങ്ങളിൽ എത്ര മാതാപിതാക്കൾ ഉണ്ടാകും, നമുക്ക് അത് ആ സാഹചര്യം പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ദയനീയമായി തോന്നും. പക്ഷെ ഓരോ മാതാപിതാക്കളെയും ഒഴിവാക്കിയിട്ടാണ് അവർ സ്വന്തം ജീവിതത്തിലേക്ക് പോകുന്നത്. അത് ഒരിക്കലും നല്ല ഒരു നടപടിയിലേക്ക് പോയില്ല. അവർക്കും ഈ അവസ്ഥ ഉണ്ടാവും. എത്ര കൗമാരമാണെങ്കിലും എത്ര യൗവനമാണെങ്കിലും വാർദ്ധക്യകാലം എന്നുള്ളത് നമുക്കെപ്പോഴും വരാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ കരുതലോടെ, ആ ശ്രദ്ധയോടെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. എല്ലാ വൃദ്ധജനങ്ങൾക്കും, എല്ലാ മാതാപിതാക്കൾക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നല്ല ഒരു ദിനം ഉണ്ടാകട്ടെ. തുടർന്നുള്ള ദിനങ്ങൾ എത്രയും നല്ലതായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.